ഫിയൻ ബ്രേ വൈറ്റ് എന്ന് പറഞ്ഞ അതിഭീകരമായിട്ടുള്ള ഒരു ക്യാരക്ടർ WWE ബിൽഡ് ചെയ്തു. സെത്ത് റോളിൻസിനെതിരെ ഒരു ഹെൽ ഇൻ എ സെൽ മാച്ച് കൊടുത്തു. ഒരു 10-20 തവണയെങ്കിലും റോളിൻസ് സ്റ്റോംപ് എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന് ഫിനിഷർ ചെയ്തിട്ടുണ്ടായിരിക്കും. അതെല്ലാം തന്നെ കിട്ടുമ്പോഴും അതുപോലെ എഴുന്നേറ്റ് വരുന്ന ഫിയൻ ബ്രേ വൈറ്റ്, ചുറ്റികയെടുത്ത് തലക്കടിച്ചിട്ടും തോൽക്കാതെ നിന്നിട്ടുണ്ടായിരുന്ന ഫിയൻ ബ്രേ വൈറ്റ്, ഈ ബ്രേ വൈറ്റിന്റെ കരിയർ നശിപ്പിച്ച ഒരൊറ്റ മാച്ച്, ഗോൾഡ്ബർഗ് വേഴ്സസ് ഫിയന്റ് തമ്മിലുള്ള മാച്ച്. ചുറ്റികയെടുത്ത് തലക്കടിച്ചിട്ട് തോൽക്കാത്ത ഫിയന്റ് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്ന സ്പിയർ കൊണ്ട്, ജാക്ക് ഹാമർ കൊണ്ട് തോൽക്കുന്ന കഥ, അതായിരുന്നു നമ്മൾ അന്ന് അവിടെ കണ്ടത്. അതുവരെ വെള്ളം കോരിയിട്ട് അവിടെ ഇട്ട് ഉടച്ചതുപോലെ തന്നെയാണ് എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫിയന്റിന്റെ കരിയറിന്റെ നാശത്തിന്റെ തുടക്കം അവിടെ നിന്നായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇവർ തമ്മിലുള്ള ഫ്യൂഡ് ഉണ്ടായത്, എന്തായിരുന്നു അവിടെ സംഭവിച്ചത്, ഈ കാര്യങ്ങളെല്ലാം തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. വെൽക്കം ടു സാറ്റർഡേ നൈറ്റ് സ്റ്റോറി. ഇതുവരെ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ ലൈക്ക് ചെയ്തേക്കണേ. 2020 റോയൽ റംബിൾ കഴിഞ്ഞതിന് ശേഷം ഒരു സ്മാക്ഡൗൺ എപ്പിസോഡിൽ ഗോൾഡ്ബർഗ് വന്നു. അദ്ദേഹത്തിന് എന്തൊക്കെയോ സംസാരിക്കാനുണ്ട് എന്നുള്ളതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം അവിടെ പറഞ്ഞത്, റോയൽ റംബിൾ ഞാൻ കണ്ടു, ബ്രോക്ക് ലെസ്നറും ഡ്രൂ മെക്കിൻഡറും റിക്കോഷയും തമ്മിലുള്ള ആ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ കണ്ടു. WWE ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടായിരിക്കും മെക്കിൻഡർ പോവുക എന്നുള്ളതായിരുന്നു. അപ്പോൾ യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പോ, എനിക്ക് എൻ്റെ കയ്യിലേക്ക് യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് കിട്ടിയതായിരുന്നു. പക്ഷെ അധികം നാൾ എനിക്ക് അതുകൊണ്ട് നടക്കാൻ കഴിഞ്ഞില്ല. അതെൻ്റെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്തു. അതിനൊരു റീമാച്ച് എനിക്ക് കിട്ടിയതുമില്ല. അങ്ങനെ ഗോൾഡ്ബർഗ് സംസാരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഫയർഫ്ലൈ ഫൺ ഹൗസ് അവിടെ പ്ലേ ആവുകയുണ്ടായി. ബ്രേ വൈറ്റ് വന്നുകൊണ്ട് ന്യൂസ് വായിക്കുന്ന രീതിയിൽ അവിടെ നിന്നും പറഞ്ഞു, ഇപ്പോൾ കിട്ടിയിരിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഗോൾഡ്ബർഗ് യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പിൽ കണ്ണു വെച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത്. എന്നിട്ട് ഫിയന്റ് ആ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതും പറഞ്ഞു. പിന്നീട് ഫയർഫ്ലൈ ഫൺ ഹൗസിൽ ഗോൾഡ്ബർഗും കൂടി വീഡിയോ കോളിൽ വരികയുണ്ടായി. ഞാൻ കുറച്ച് അഡ്വൈസ് പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ, നിന്റെ കയ്യിൽ നിന്ന് അഡ്വൈസും എനിക്ക് വേണ്ട, നിന്റെ കയ്യിലുള്ള യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പാണ് എനിക്ക് വേണ്ടതെന്നായിരുന്നു ഗോൾഡ്ബർഗിന്റെ മറുപടി. ഫിയൻ ബ്രേ വൈറ്റ്, യു ആർ നെക്സ്റ്റ്, നീയാണ് അടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് ഗോൾഡ്ബർഗ് ആ ഒരു മാച്ച് കൺഫേം ആക്കുകയുണ്ടായി. പിന്നീട് അടുത്ത ആഴ്ചയിലെ സ്മാക്ഡൗണിൽ ഹൾക്ക് ഹോഗൻ ആയിരുന്നു ഒരു വീഡിയോയിലൂടെ വന്നിട്ടുണ്ടായിരുന്നത്. ഹൾക്ക് ഹോഗൻ പറഞ്ഞത്, ഒരു ദിവസം ഞാൻ എൻ്റെ ചാമ്പ്യൻഷിപ്പുമായിട്ട് ഷോയിലേക്ക് വന്നു. അന്ന് ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ എൻ്റെ കയ്യിൽ ചാമ്പ്യൻഷിപ്പ് ഇല്ലായിരുന്നു. കാരണം അന്ന് ബിൽ ഗോൾഡ്ബർഗുമായിട്ട് ഞാനൊരു മാച്ച് മത്സരിച്ചിരുന്നു. അതിൽ ഞാൻ തോറ്റുപോയി. എന്നിട്ടായിരുന്നു എൻ്റെ വീട്ടിലേക്ക് പോയത്. ബിൽ ഗോൾഡ്ബർഗിനെ അത്രത്തോളം എനിക്കറിയാം. അദ്ദേഹം അത്രത്തോളം അപകടകാരിയാണ്. അതുപോലെ തന്നെ എനിക്ക് ഫിയന്റിനെയും അറിയാം. പക്ഷേ ഇവരെ രണ്ടുപേരെയും വെച്ച് നോക്കുമ്പോൾ ഗോൾഡ്ബർഗിനെയാണ് നീ പേടിക്കേണ്ടത് എന്ന് ഫിയന്റിനൊരു വാർണിംഗ് ആയിരുന്നു ഹൾക്ക് ഹോഗൻ കൊടുത്തത്. അപ്പോൾ തന്നെ ഫയർഫ്ലൈ ഫൺ ഹൗസിൽ ബ്രേ വൈറ്റ് വന്നു ഹൾക്ക് ഹോഗനെ കളിയാക്കുന്ന രീതിയിൽ അവിടെ കുറെ കാണിച്ചുകൂട്ടി. പിന്നീട് ഹൾക്ക് ഹോഗൻ പറഞ്ഞത്, നിന്റെ തമാശകളെല്ലാം തന്നെ കൊള്ളാം, പക്ഷേ ഗോൾഡ്ബർഗിന്റെ അടുത്തേക്ക് പോകുമ്പോൾ നീ സൂക്ഷിക്കണം, ഗുഡ് ലക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രേ വൈറ്റ് പറഞ്ഞത്, എനിക്ക് ലക്കിന്റെ ആവശ്യമില്ല, കാരണം എന്റെ കൂടെ ഫിയന്റ് ഉണ്ട്. എന്നിട്ട് ഹൾക്ക് ഹോഗനെ ഒന്ന് പേടിപ്പിച്ചു. ഹൾക്ക്, നീ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിന്റെ ഫോട്ടോയും ഈ ഭിത്തിയിൽ വരും. അപ്പോൾ തന്നെ ഹൾക്ക് ഹോഗൻ പറഞ്ഞു, ഞാനിത് കട്ട് ചെയ്ത് പോവാണ്, എനിക്ക് വേറെ പണിയുണ്ടെന്നല്ല തന്നെ പറഞ്ഞ ഹൾക്ക് ഹോഗൻ പേടിച്ച് അപ്പോൾ തന്നെ ആ വീഡിയോയും കട്ട് ചെയ്ത് പോകുന്നത് നമ്മൾ കണ്ട്. പിന്നീട് അടുത്ത ആഴ്ചയിലെ സ്മാക്ഡൗണിൽ ഗോൾഡ്ബർഗ് റിങ്ങിലേക്ക് വന്ന് ഫിയന്റിനെ വെല്ലുവിളിക്കുകയുണ്ടായി. നീ ആരാണെന്നുണ്ടെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഞാൻ റെഡിയാണ് എന്ന് ഗോൾഡ്ബർഗ് പറഞ്ഞു. അപ്പോൾ തന്നെ സ്ക്രീനിൽ ഫയർഫ്ലൈ ഫൺ ഹൗസ് പ്ലേ ആവുകയുണ്ടായി. ബ്രേ വൈറ്റ് അവിടെ നിന്നും ഒരുപാട് തമാശകളെല്ലാം തന്നെ പറഞ്ഞപ്പോൾ, ഞാനിവിടെ സംസാരിക്കാൻ വേണ്ടിയിട്ടല്ല വന്നത്, ഞാൻ ഒരൊറ്റ വർക്കിനാണ് വന്നത്, അത് നിന്റെ കയ്യിലുള്ള യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് എടുക്കാനാണ് എന്നുള്ളത് ഗോൾഡ്ബർഗ് പറഞ്ഞു. ബ്രേ വൈറ്റിന്റെ കൂടെയുള്ള ക്യാരക്ടേഴ്സിനെ എല്ലാം തന്നെ ഗോൾഡ്ബർഗിനെ പരിചയപ്പെടുത്തി കൊടുത്തു. പക്ഷെ ഇവരൊന്നും തന്നെയല്ല, ഇവരെക്കാൾ കൂടുതൽ ഗോൾഡ്ബർഗിനെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാൾ കൂടിയുണ്ട് എന്ന് പറഞ്ഞ ഉടനെ തന്നെ അവിടെയുള്ള ലൈറ്റുകളെല്ലാം തന്നെ ഓരോന്നോരോന്നായി ഓഫ് ആവുകയുണ്ടായി. യെസ്, ഫിയൻ ബ്രേ വൈറ്റ് വരുന്നതിന്റെ സൂചനകളാണ് അവിടെ വരുന്നത്. സാധാരണ ഇങ്ങനെ ഫിയന്റ് വരുന്ന സമയത്ത് എല്ലാവരും പേടിച്ചിരണ്ട് നിൽക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ലൈറ്റ് വന്ന ഉടനെ തന്നെ ഗോൾഡ്ബർഗ് മൈക്ക് എടുത്ത് പറഞ്ഞത്, ഫിയന്റ് നീ എന്റെ പുറകിലുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ് ഫിയന്റിനെ നോക്കുന്നു. ഫാൻസ് മുഴുവൻ ഗോൾഡ്ബർഗ് ചാൻഡുകളായിട്ട് അവിടെ നിൽക്കുന്നു. ഗോൾഡ്ബർഗ് അത് ഓടിച്ചെന്ന് ഫിയന്റിനിട്ട് ഒരു സ്പിയർ കൊടുത്തു. എല്ലാവരും പേടിച്ച് അവിടെ നിന്നും പോകുന്നതാണ് നമ്മൾ കണ്ടത്. ഹോൾ ഓഫ് ഫെയിമേഴ്സിനെയും ലെജൻസിനെയും ബ്രേ വൈറ്റ് അഥവാ ഫിയന്റ് അറ്റാക്ക് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. എന്നാൽ ഇതൊരു സർപ്രൈസിങ് മൊമെന്റ് തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത സ്പിയറിന് വേണ്ടിയിട്ട് ഗോൾഡ്ബർഗ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ലൈറ്റ് പോയി. അവിടെ നിന്നും ഫിയൻ ബ്രേ വൈറ്റ് അപ്രത്യക്ഷമായി. പിന്നീടായിരുന്നു സൂപ്പർ ഷോഡൗൺ 2020 നടന്നത്. സൗദി അറേബ്യയിൽ വെച്ച് നടക്കുന്ന ഒരു പേപ്പർ വ്യൂ തന്നെയായിരുന്നു അത്. യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ഫിയൻ ബ്രേ വൈറ്റ് വേഴ്സസ് ഗോൾഡ്ബർഗ് തമ്മിലുള്ള മാച്ച്. സൗദി ഫാൻസിനെ അറിയാമല്ലോ, അവർക്ക് ലെജൻസിന് മാച്ചുകൾ വേണം, ലെജൻസ് ആ മാച്ചുകളിൽ വിജയിക്കണം, അതാണ് അവരുടെ ഒരേ ഒരു ആഗ്രഹം. ഗോൾഡ്ബർഗും ബ്രേ വൈറ്റും ഫേസ് ടു ഫേസ് നിൽക്കുന്നു. ബ്രേ വൈറ്റ് അദ്ദേഹത്തിന്റെ കോട്ട് അഴിക്കുന്ന സമയത്ത് അതാ കിടക്കുന്നു ഒരു സ്പിയർ ബൈ ഗോൾഡ്ബർഗ്. പിന്നീട് ഗോൾഡ്ബർഗിനെ മാൻഡിബിൾ ക്ലോ ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ടെങ്കിലും അതിവിദഗ്ധമായി അദ്ദേഹം രക്ഷപ്പെട്ടു. പിന്നീട് ഒരു സ്പിയർ, 2 സ്പിയർ, 3 സ്പിയർ, പക്ഷെ ബ്രേ വൈറ്റ് തോറ്റില്ല. വീണ്ടും അതാ മാൻഡിബിൾ ക്ലോ ബൈ ബ്രേ
വൈറ്റ്. എന്നാൽ അതിൽ നിന്ന് ഉടനെ തന്നെ ഒരു ജാക്ക് ഹാമർ ബൈ ഗോൾഡ്ബർഗ്. പക്ഷെ അതൊരിക്കലും ജാക്ക് ഹാമറായിട്ട് നമുക്ക് കൂട്ടാൻ കഴിയില്ല, ഒരു സൂപ്ലക്സ് ആയിട്ടേ കൂട്ടാൻ കഴിയുള്ളൂ. അദ്ദേഹത്തിന് ബ്രേ വൈറ്റിനെ ഒന്ന് എടുത്ത് പൊക്കാനുള്ള കാര്യം പോലും ആ ഒരു മാച്ചിൽ, ആ ഒരു ജാക്ക് ഹാമറിൽ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. പക്ഷെ ആ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുള്ള ജാക്ക് ഹാമർക്ക് ഉണ്ടായിരുന്നു ബ്രേ വൈറ്റ് അവിടെ തോറ്റത്. മാച്ച് കഴിഞ്ഞ് ഉടനെ തന്നെ സെലിബ്രേറ്റ് ചെയ്തിരുന്ന ഗോൾഡ്ബർഗിനെ നോക്കി പുറകിൽ നിന്ന ബ്രേ വൈറ്റിനെയും അത് കഴിഞ്ഞ് ലൈറ്റ് പോയി ബ്രേ വൈറ്റ് അവിടെ നിന്നും പോകുന്നതുമായിരുന്നു നമ്മൾ കണ്ടത്. അതിനുശേഷം ബ്രേ വൈറ്റ് ഗോൾഡ്ബർഗിന്റെ അടുത്തേക്കൊന്ന് പോവുകയോ ഈ ഒരു ചാമ്പ്യൻഷിപ്പ് വീണ്ടും ആവശ്യപ്പെടുകയോ ഈ ചാമ്പ്യൻഷിപ്പിന് വേണ്ടി വീണ്ടും ചലഞ്ച് ചെയ്യുകയോ ചെയ്തിട്ടില്ല. ബ്രേ വൈറ്റ് ജോൺസിനെതിരെ മറ്റൊരു ഫ്യൂഡായിട്ട് പോയി, ഗോൾഡ്ബർഗ് ബ്രോൺ സ്ട്രോമാനെതിരെ വേറെ ഏതോ ഒരു ഫ്യൂഡായിട്ട് പോയി. അന്ന് തുടങ്ങിയതാണ് ബ്രേ വൈറ്റിന്റെ കഷ്ടകാലം. പിന്നീട് ആ ഒരു ഫിയൻ ക്യാരക്ടറിന് പഴയ ഒരു പവർ ഒന്നും തന്നെ കിട്ടിയതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ശരിക്കും ഈ ഒരു തോൽവി ഗോൾഡ്ബർഗ് പറഞ്ഞിട്ട് ചെയ്യിപ്പിച്ചതാണ് എന്നുള്ളതും പല ന്യൂസുകളിൽ നിന്ന് കേൾക്കുന്നുണ്ട്. ഗോൾഡ്ബർഗ് തനിക്കൊരു വേൾഡ് ചാമ്പ്യൻഷിപ്പ് വേണം, ബ്രേ വൈറ്റിനെ തനിക്ക് തോൽപ്പിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഡിമാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതും ലെജൻഡ് റെസ്ലർ ആയതുകൊണ്ട് WWE അത് അനുസരിച്ചു എന്നുള്ളതും അങ്ങനെയാണ് ബ്രേ വൈറ്റിനെ അവിടെ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളതുമാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും നല്ല കിടിലനായിട്ടുണ്ടായിരുന്ന പവർ എല്ലാം തന്നെ കൊടുത്തു കൊണ്ടുവന്നിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു ഫിയന്റിൻ്റെത്. പക്ഷെ ഒറ്റയടിക്ക് പവർ പോയതോടുകൂടി പിന്നീട് ആ പവർ തിരിച്ചെടുക്കാൻ ബ്രേ വൈറ്റിന് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ അദ്ദേഹം നമ്മുടെ കൂടെയുമില്ല. ഏറ്റവും അവസാനം വൈറ്റ് 6 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കിടിലൻ ടീമെല്ലാം തന്നെ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ പഴയ ടീംമേറ്റ് ആയിട്ടുള്ള ലൂക്ക് ഹാർപ്പറിന്റെ മരണം ബ്രേ വൈറ്റിനെ മെന്റലി ഭയങ്കരമായി ഡൗൺ ആക്കിയതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. ലൂക്ക് ഹാർപ്പർ മരിച്ചതിന് ശേഷം വളരെ കുറഞ്ഞ മത്സരങ്ങളിൽ മാത്രമേ ബ്രേ വൈറ്റ് മത്സരിച്ചിട്ടുള്ളൂ, വളരെ കുറഞ്ഞ അപ്പിയറൻസുകൾ മാത്രമേ ബ്രേ വൈറ്റ് നടത്തിയിട്ടുള്ളൂ. ബ്രേ വൈറ്റിനെ കൂടി ഹോൾ ഓഫ് ഫെയിമിലേക്ക് പരിഗണിക്കുമെന്നുള്ളത് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഫിയൻ ബ്രേ വൈറ്റിന്റെ കരിയർ നശിപ്പിച്ച ആ ഒരു ഫ്യൂഡ്, ആ ഒരു മാച്ച്. നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ആഴ്ച മറ്റേതെങ്കിലും താരത്തിന്റെ മറ്റേതെങ്കിലും സ്റ്റോറിയുമായിട്ട് ഞാൻ വരാം. അതുവരേക്കും ബൈ ഗൈസ്.